വാത്സല്യമുള്ളവരെ, പെസഹ കാലം 3-ാം ഞായറിൽ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രവിക്കുന്നത്. എമ്മാവുസിലേക്കുള്ള യാത്രാ മധ്യേ തങ്ങളോടുകൂടി സഞ്ചരിച്ച ഉദ്ധിതനായ യേശുവിനെ അപ്പം മുറിക്കൽ വേളയിൽ തിരിച്ചറിഞ്ഞ ശിഷ്യർ ആനന്ദചിത്തരായി അപ്പോൾ തന്നെ ജെറൂസലേമിലേക്ക് മടങ്ങി. അവിടെ അവർ ശിഷ്യരെ കണ്ട് യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റുവെന്ന് അറിയിച്ചു. ശിഷ്യരുടെ അനുഭവം കേൾക്കുന്ന വേളയിൽ ശിഷ്യർക്ക്, അതായത് 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യേശു സമാധാനം ആശംസിക്കുകയാണ്. യേശുവിന്റെ പ്രത്യക്ഷപ്പെടൽ ശിഷ്യരിൽ ഉളവാക്കിയത് അമ്പരപ്പും ഭയവുമായിരുന്നു. തങ്ങൾ ദർശിക്കുന്നത് ഭൂതത്തെയാണോ എന്ന് പോലും അവർ സംശയിച്ചു. അവരുടെ സംശയ നിവാരണമെന്നോണം യേശു 2 തെളിവുകൾ നൽകുകയാണ്. ഒന്ന്, യേശു തൻ്റെ കരങ്ങളും കാലുകളും പരിശോധിക്കുവാൻ ശിഷ്യരെ ക്ഷണിക്കുന്നു. ഇതിന് സമാന്തരമായ ഒരു വിവരണം യോഹന്നാൻ സുവിശേഷകൻ നൽകുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നാം അത് ശ്രവിച്ചു. അവിടെ തൻ്റെ കൈകളിലെയും പാർശ്വത്തിലെയും മുറിവുകൾ പരിശോധിക്കാനാണ് യേശു ശിഷ്യരെ ക്ഷണിച്ചത്. എന്നാൽ ഇവിടെ മുറിവുകളെ അഥവാ ആണിപ്പഴുതുകളെ സംബന്ധിച്ച സൂചനയില്ല. യേശുവിന്റെ പീഡാനുഭവ വിവരണത്തിലും ലൂക്ക ആണിപ്പഴുതുകളുടെ സൂചന നൽകുന്നില്ല. താൻ ഒരു ഭൂതമല്ലെന്നും വസ്ത്രങ്ങളാൽ ആവരണം ചെയ്യപ്പെടാത്ത കൈകളും കാലുകളുമുള്ള പച്ചയായ ഒരു മനുഷ്യനാണെന്നും ശിഷ്യരെ ബോധ്യപ്പെടുത്തുവാനാണ് യേശു ഇവിടെ ശ്രമിക്കുന്നത്. 2, യേശു അവരുടെ മുന്നിലിരുന്ന് ഭക്ഷിക്കുന്നു. ഉദ്ധിതനായ യേശു ശിഷ്യരുടെ മുന്നിൽ വച്ച് വറുത്ത മീൻ കഴിക്കുന്നതിലൂടെ താൻ ഒരു ഭൂതമല്ലെന്ന് തെളിയിക്കുന്നു. മീൻ ഭക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ശിഷ്യരെ നയിക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. എമ്മാവൂസ് യാത്രാമധ്യേ ഉണ്ടായ വിരുന്നിലും 5000 പേർക്ക് വിളമ്പിയ വിരുന്നിലും ദിവ്യബലിയുടെ മുൻ ആസ്വാദനമാണ് ലൂക്ക നൽകുന്നത്. ഉയർത്തെഴുന്നേറ്റ തന്നിലുള്ള വിശ്വാസത്തിലേക്ക് ശിഷ്യരെ നയിച്ചതിന് ശേഷം തിരുവചനത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ ശിഷ്യരെ യേശു ബലപ്പെടുത്തുകയാണ്. പരസ്യജീവിത കാലത്ത് താൻ ശിഷ്യരോട് പറഞ്ഞിട്ടുള്ള കാരണങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിലൂടെയാണ് ശിഷ്യർ പ്രബുദ്ധരാകേണ്ടതെന്ന് യേശു ആഗ്രഹിക്കുന്നു. ആ കാലഘട്ടത്തിലെ തൻ്റെ പ്രബോധനങ്ങളുടെ ആകെ തുക പീഡാനുഭവ വിവരണങ്ങളാണ്. പഴയ നിയമത്തിൽ തോറ, നബിയും കെത്തുബിയും അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകളെല്ലാം തൻ്റെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും സാധ്യമാക്കുന്ന രക്ഷയുടെ സൂചനയാണ് നൽകുന്നതെന്ന് യേശു ശിഷ്യരെ ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലും നിറവേറിയവയുടെ വെളിച്ചത്തിൽ യേശു വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവനും സംഗ്രഹിക്കുകയാണ്. ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന ഒറ്റ വാക്യത്തിൽ യേശു പഴയ നിയമം മുഴുവനും ക്രോഡീകരിക്കുന്നു. യേശുവിന്റെ പീഡാനുഭവവും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പും വ്യക്തമാക്കാൻ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പഴയ നിയമ ഗ്രന്ഥത്തിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാണ്. പഴയ നിയമത്തെ പൂർണ്ണമായും ക്രിസ്തു സംഭവം വിവരിക്കുന്ന ഗ്രന്ഥമായി കാണുവാനാണ്
ലൂക്കായിലെ യേശു ശിഷ്യരെ പ്രബുദ്ധരാക്കുന്നത്. വേദഗ്രന്ഥത്തിന്റെ ആധികാരികതയിൽ നിന്നും യേശുവിന്റെ മരണവും ഉത്ഥാനവും മാത്രമല്ല ലൂക്ക പ്രസ്പഷ്ടമാക്കുന്നത്, ഒപ്പം സർവജനതയോടുമുള്ള ശിഷ്യരുടെ ദൗത്യ നിർവഹണവും കൂടിയാണ്. ശിഷ്യരുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് വേദഗ്രന്ഥത്തിൽ നിന്ന് പ്രത്യേക പരാമർശം ലൂക്ക നൽകുന്നില്ല. എങ്കിൽ പോലും പാപപരിഹാരാർത്ഥം യേശുനാമത്തിൽ പശ്ചാത്താപം പ്രസംഗിക്കുന്ന ശുശ്രൂഷ വിശുദ്ധലിഖിത പശ്ചാത്തലത്തിൽ വീക്ഷിക്കപ്പെടണമെന്ന് ലൂക്കാ സുവിശേഷകൻ അനുമാനിക്കുന്നു. ഇവിടെ ശിഷ്യരുടെ ദൗത്യത്തിന് പിൻബലമേകാൻ പഴയ നിയമ ഉദ്ധരണികൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ ഏശയ്യാ 49:6, അതായത് എൻ്റെ രക്ഷ ലോക അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും എന്ന വചനം സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ സുവിശേഷകൻ ആഗ്രഹിക്കുന്നത് യേശുവിൽ സംഭവിക്കുന്ന എല്ലാം തന്നെ വേദഗ്രന്ഥ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കാണുവാനാണ്. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വാക്കുകളിൽ ക്രിസ്തുവിന്റെ ഭാഗതയും പഴയ നിയമ പ്രവചനത്തിൽ നിഴൽ വീശുന്നത് പോലെ അവിടുത്തെ നാം പ്രഘോഷിക്കുക എന്നതും തിരുവെഴുത്തുകളിൽ വേരോടി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ യേശു മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൗത്യം നൽകിക്കൊണ്ടാണ് അപ്രത്യക്ഷനാകുന്നത്. യേശു നൽകുന്ന ദൗത്യങ്ങളുടെ സ്വഭാവത്തിന്റെ വൈവിധ്യതയും വായനക്കാർക്ക് കാണുവാൻ കഴിയും. ലൂക്കാ സുവിശേഷത്തിൽ നാം ഇന്ന് കണ്ടതുപോലെ യേശു നൽകുന്ന ദൗത്യം പാപമോചനത്തിനുള്ള അനുതാപം യേശുവിന്റെ നാമത്തിൽ എല്ലാ ജനതകളോടും പ്രഘോഷിക്കുക എന്നതാണ്. അപ്പസ്തോല പ്രവർത്തന പ്രകാരം ശിഷ്യരുടെ ദൗത്യം ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും സാക്ഷികളാവുക എന്നതാണ്. പൗലോസിന് ലഭിക്കുന്ന ദൗത്യം വിജാതീയരുടെ അപ്പോസ്തലനാകാനാണ്. മത്തായി സുവിശേഷത്തിൽ യേശു നൽകുന്ന ദൗത്യം എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക എന്നതാണ്. യോഹന്നാനിലാണെങ്കിൽ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നതാണ്. മർക്കോസിൽ നാം കാണുന്നത് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യമാണ്. മേൽപ്പറഞ്ഞ വ്യത്യസ്തമായ ദൗത്യങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവരാജ്യ നിർമ്മാണ പ്രക്രിയയിൽ നാം നിർവഹിക്കേണ്ട പങ്കിനെ കുറിച്ചാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ്. ഉദ്ദിതൻ ഭരമേൽപ്പിച്ച ദൗത്യം തുടരുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അതിനായി നമുക്ക് കർമ്മനിരതരാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.